മാന്നാറിൽ 15 കൊല്ലം മുമ്പ് യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കസ്റ്റഡി നീട്ടാൻ അന്വേഷണ സംഘം ചെങ്ങന്നൂർ കോടതിയിൽ ആവശ്യപ്പെടും. ഇസ്രയേലിലുള്ള ഒന്നാം പ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. പറയൂ മനീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഈ കേസിൽ പോലീസിനെ ഏറെ കുഴപ്പിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ മൊഴികളുടെ വൈരുദ്ധ്യം. ഒപ്പം തന്നെ പോലീസ് ആവശ്യപ്പെട്ടത് 6 ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു. ആ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാകും. ഇതുവരെയും ഈ 6 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയിട്ടും 3 പ്രതികളെയും തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്ന സംഗതി. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിനകത്ത് ഒന്നാം പ്രതി അനിൽകുമാറാണ് ഈ കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ. ഈ കൊലപാതകം എവിടെ വെച്ച് നടത്തി, എങ്ങനെ കൊലപാതകം നടത്തി, ഇത് എവിടെ മറവ് ചെയ്തു എന്നടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ ഇയാളുടെ കയ്യിലാണ്. ഇയാൾക്കാണ് വിവരം അറിയാവുന്ന ആൾ. അതുകൊണ്ട് തന്നെ ഈ 3 പ്രതികളെ സംബന്ധിച്ച് അവർ പല തരത്തിലുള്ള മൊഴികൾ നൽകി. ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം സെപ്റ്റി ടാങ്കിൽ പരിശോധന നടത്തിയതും. പക്ഷേ സെപ്റ്റി ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ ഒന്നും തന്നെ പോലീസിന് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അത് ഫോറൻസിക് പരിശോധനയ്ക്ക് നിലവിൽ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളെ സംബന്ധിച്ച് പോലീസിന് വലിയ രീതിയിൽ തെളിവുകളുടെ അഭാവം ഈ കേസിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ഈ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഒപ്പം തന്നെ കസ്റ്റഡിയിൽ വേണം. ഈ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തണം. മറ്റ് പരിശോധനകൾ, മൃതദേഹത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ എവിടെ നിന്ന് ലഭിക്കുമോ എന്ന സാധ്യത കൂടി തേടിക്കൊണ്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നീട്ടിക്കിട്ടാൻ ഇന്ന് ചെങ്ങന്നൂർ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. പക്ഷേ പ്രതിഭാഗം ഉന്നയിക്കുന്ന വാദം കേവലം ഒരു ഊമക്കത്തിൻ്റെ പേരിൽ പോലീസ് നടത്തുന്ന ഒരു തിരക്കഥയാണ്. ഇതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഈ കേസിനില്ല. എന്ത് തെളിവാടുള്ളത്? ചില ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ചില ഊമക്കത്തിൻ്റെ അടിസ്ഥാനം നടത്തുന്ന ഒരു കേസാണ്. അതുകൊണ്ട് പ്രതിഭാഗം ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ജാമ്യാപേക്ഷ കൂടി നൽകും. അങ്ങനെ കോടതി ഇന്ന് കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ഒരുമിച്ച് പരിഗണിക്കുന്ന ദിവസമാണെന്നുള്ള നിർണായകം ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണിന്ന്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇനി ഒന്നാം പ്രതിയെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അവർ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനായി ഇതിൻ്റെ ഇന്റർപോളിൻ്റെ നോഡൽ ഏജൻസിയായ CBIക്ക് അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ, അനിൽകുമാറിൻ്റെ അറസ്റ്റ് വാറണ്ട് വിവരങ്ങൾ നിലവിൽ കൈമാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ അടുത്ത ദിവസങ്ങളായി ബ്ലൂ കോർണർ നോട്ടീസ് കൂടി പുറപ്പെടുവിച്ചാൽ എത്രയും വേഗം അനിൽകുമാറിനെ എത്തിക്കാം. ഈ കസ്റ്റഡി കൂടി ഇവരെ കിട്ടിയാൽ ഒരുമിച്ച് തെളിവെടുപ്പ് നടത്താമെന്ന ആലോചനയാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പുതിയതായിട്ടുള്ള അപ്ഡേഷൻ ഈ കേസിൽ ഒരാൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ ഡെഡ് ബോഡി താൻ കണ്ടു. 15 വർഷം മുമ്പ് കാറിൽ ഇവർ പോകുന്ന സമയത്ത് താൻ ഈ ഡെഡ് ബോഡി ചായക്കടയിൽ ഇരിക്കുന്ന സമയത്ത് താൻ കണ്ടിരുന്നു എന്ന ഒരു മൊഴി കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇയാളെയും കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നു. സോമൻ എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ ഒന്നാം പ്രതി അനിൽകുമാറിൻ്റെ അയൽവാസി കൂടിയാണ്. അങ്ങനെ കേസ് ഓരോ ഘട്ടം കഴിയുമ്പോഴും പലതരത്തിലുള്ള മൊഴികൾ വരുന്നു, വൈരുദ്ധ്യങ്ങൾ വരുന്നു, തെളിവ് ശേഖരണത്തിൽ അപാകതകൾ വരുന്നു. അങ്ങനെ കേസിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിബാൽ.